ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യ പദ്ധതികൾ എന്ന് പറഞ്ഞ സെക്ഷൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ 3 സെക്ഷനായി നമ്മൾ ഒരു 14 പദ്ധതികൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാമിന്റെ സമയത്ത് നമുക്ക് ഈ എല്ലാ പദ്ധതികളും കൂടിയിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു പരിപാടിയല്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് റിവിഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. കറക്റ്റ്. അപ്പൊ നമ്മളൊരു 3 ക്ലാസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു റിവിഷൻ ക്ലാസ് ചെയ്യുന്നു, ഒരു 3 ക്ലാസ് ചെയ്യുന്നു, ഒരു റിവിഷൻ ക്ലാസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അവിടെ 3 ക്ലാസ് കഴിഞ്ഞു, നമ്മളൊരു 14 പദ്ധതി പഠിച്ചു. ആ 14 പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ PYQസും നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമിന്റെ സമയത്ത് നമുക്ക് വീഡിയോ കാണണമെങ്കിലോ അല്ലെങ്കിൽ നോക്കണമെങ്കിലോ ഈ പർട്ടിക്കുലർ റിവിഷൻസ് വീഡിയോസ് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതിയാവും. ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ പേര് കിരൺ. നമ്മൾ കേരള സാമൂഹ്യ ആരോഗ്യ പദ്ധതികളുടെ റിവിഷൻ ക്ലാസ് 1ലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും എന്തിനായിരിക്കും, ക്ലാസ്സിനായിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ സ്ഥിരമായി കാണുന്നവർ ക്ഷമിക്കുക, സഹിക്കുക, 2 മിനിറ്റ് സമയം തരിക. പുതുതായി കാണുന്നവർ കേൾക്കുക, മനസ്സിലാക്കുക. അപ്പൊ കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യ പദ്ധതികൾ എങ്ങനെ പഠിക്കാന്നുള്ളതിനെ കുറിച്ച് നോക്കാം. 4 തരം ചോദ്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുക. ഒന്ന്, എന്താണ് ഈ പദ്ധതി? അതായത് പദ്ധതി എന്താണ്, പദ്ധതിയിൽ ആരാണ് വരുന്നത്, എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 2, ആരാണ്, ഏത് സ്ഥാപനമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2, 3, നടപ്പിലാക്കിയ വർഷം. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, അതിൽ ചോദിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ എന്താ പറയുക പദ്ധതി പഠിക്കേണ്ടത്? ഒരു PYQ എടുക്കുക, എല്ലാ ദിവസവും ഒരു പദ്ധതി വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എല്ലാ 2 ദിവസം കൂടുമ്പോഴും റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ റിവിഷൻ നടത്താനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സാം ടൈം ആകുമ്പോൾ നമ്മുടെ റിവിഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അത് ചുമ്മാ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. എക്സാം ടൈമിൽ വരുന്ന സമയത്ത് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ പുതിയ പദ്ധതികൾ പഠിക്കുക. അത് കറണ്ട് അഫയർ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് ഈ വിഷയത്തിലെ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. പദ്ധതി വളരെ ചെറുതാണ്, ഒരു പദ്ധതി പെട്ടെന്ന് കഴിയും. പക്ഷെ പദ്ധതിയുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏത് പദ്ധതിയാ ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പദ്ധതിയും കൂടി ആദ്യം തൊട്ട് ഞാൻ എക്സാമിന്റെ 1-2 മാസം മുമ്പ് പഠിക്കുമെന്ന് പറയുന്നത് നടക്കാത്ത ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതികൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ പഠിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിച്ചുകൊണ്ടുള്ള ഗുണം എന്താ? മിനിമം 2 മാർക്ക്, മാക്സിമം 4 മാർക്ക് വരെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. ഇത് എല്ലാ എക്സാംസിനും ബാധകമാണ്. നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുകയാണെങ്കിലും ഈ ടോപ്പിക് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് സോഷ്യൽ ആൻഡ് ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ചാനലിൽ. നിങ്ങൾക്ക് അവിടെ പ്രീവിയസ് ക്ലാസ് എല്ലാം കാണാവുന്നതാണ്. ഓക്കെ, എക്സാമിന്റെ സമയത്ത് ഈ റിവിഷൻസ് വീഡിയോസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഉപകാരമായി ആയിരിക്കുന്നതായിരിക്കും. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ 3 ക്ലാസ്സുകളിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന 14 പ്രോഗ്രാമുകൾ, ഈ 14 പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പഠിച്ചതാണ്. സോ ഒന്നാമത്തെ പ്രോഗ്രാം നിരാമയ, സമ്പൂർണ്ണ, ശൈലി, ഇ ഹെൽത്ത്, സ്നേഹസ്പർശം, ആശ്വാസകിരണം, ജീവനി പദ്ധതികൾ, ആർദ്രം മിഷൻ, സുഹൃതം പദ്ധതി, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, കാരുണ്യ പദ്ധതി, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, സ്നേഹസ്പർശം, താലോലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. CPO 2026 ചോദിച്ചാണ്, കേരളത്തിൽ 30 വയസ്സിൽ മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ഓപ്ഷൻ എ നിരാമയ, ഓപ്ഷൻ ബി സമ്പൂർണ്ണ, ഓപ്ഷൻ സി ശൈലി, ഓപ്ഷൻ ഡി ഇ ഹെൽത്ത്. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ എന്റെ ചോദ്യം ഒന്നുകൂടി, 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഏതാ? ഓപ്ഷൻ സി ശൈലി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്.
അവരുടെ ജീവിതശൈലി രോഗം എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആരാണ് ശൈലി ആപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്? ആശാ പ്രവർത്തകർ. അപ്പൊ അവിടെ ഓപ്ഷൻസിലുള്ള പദ്ധതികൾ എന്തൊക്കെയാ? നിരാമയ, സമ്പൂർണ്ണ, ശൈലി, ഇ ഹെൽത്ത്. അതിൽ നമ്മൾ ശൈലിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതിനൊക്കെ കുറിച്ചാ? നിരാമയ, സമ്പൂർണ്ണ, ഇ ഹെൽത്ത്. ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ശൈലിയെ കുറിച്ചുള്ള ബാക്കിയുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം? എങ്കിൽ ദാ പിടിച്ചോ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേരെന്താ? നിരാമയ. അപ്പൊ പഠിച്ച കാര്യം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയുക. നിരാമയ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. എന്താണ് നിരാമയ പദ്ധതി? ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായിട്ട് ആർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്? വൈകല്യമുള്ളവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പൊ എന്റെ കൂടെ പറഞ്ഞോ, നിരാമയ പദ്ധതി ആർക്കുള്ളതാ? വൈകല്യമുള്ളവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഈ നിരാമയ പദ്ധതിയിൽ പ്രധാനമായിട്ട് വരുന്ന ഡിസീസസ് ഏതൊക്കെയാ? വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ. ഏതൊക്കെയാ? ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ഓക്കെ, എന്നീ ഡിസീസുകൾ എന്ത് ചെയ്യും? ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അവർക്ക് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ. എങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട്, നിരാമയ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് മന്ത്രാലയമാണ്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് നിരാമയ പദ്ധതി നടപ്പിലാക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാ? എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയൂ. ഏതാ മന്ത്രാലയം? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അപ്പൊ പഠിച്ച കാര്യം എന്തൊക്കെയാ? നിരാമയ എന്നുകൊണ്ട് പരിപാടി ഉണ്ട്. അതിന്റെ എന്താ ഈ പരിപാടി? ആരോഗ്യ ഇൻഷുറൻസ് പരിപാടിയാണ്. ഈ പരിപാടി ആർക്കുള്ളതാണ്? വൈകല്യമുള്ളവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ പരിപാടിയിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? രോഗങ്ങൾ ഏതൊക്കെയാ? ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. ഈ നിരാമയ പദ്ധതി നടപ്പിലാക്കുന്ന മന്ത്രാലയത്തിന്റെ പേരെന്താ? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എൻവയോൺമെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. എങ്കിൽ ഈ നിരാമയ പദ്ധതിയിൽ ഇൻഷുറൻസിൽ കിട്ടാവുന്ന വാർഷിക പരമാവധി കവറേജ് എത്ര രൂപയാ? 1,00,000 രൂപ. ഓക്കെ. അപ്പൊ നിരാമയ പദ്ധതിയുടെ വാർഷിക പരമാവധി കവറേജ് എത്ര രൂപയാ? 1,00,000 രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് പദ്ധതിയുടെ പേര്, ഓക്കെ, സമ്പൂർണ്ണ. എന്റെ ചോദ്യം നിങ്ങളോട്, എന്താണ് സമ്പൂർണ്ണ? പറയൂ, എന്താണ് സമ്പൂർണ്ണ? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സമ്പൂർണ്ണ. അപ്പൊ സമ്പൂർണ്ണ എന്താ? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നു. ആരാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത സർക്കാർ ഏജൻസി ഏതാണ്? IT@school. ഓക്കെ. നിലവിൽ എന്റെ പേരെന്താ? കൈറ്റ്. ഓക്കെ. അപ്പൊ ചോദ്യം, സമ്പൂർണ്ണ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത സർക്കാർ ഏജൻസിയുടെ പേരെന്താ? IT@school. നിലവിൽ എന്റെ പേരെന്താ? കൈറ്റ്. KITE. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ്, സ്കൂളുകളിൽ കുട്ടികൾക്ക് ഓൺലൈനായി TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പോർട്ടലിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, എന്താ? സമ്പൂർണ്ണ. അപ്പൊ ഒന്നുകൂടി, സ്കൂളിൽ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പോർട്ടലിന്റെ പേരെന്താ? സമ്പൂർണ്ണ. ഓക്കെ. നമ്മൾ ശൈലി ആപ്പ് ഇപ്പൊ നോക്കിയതല്ലേ? അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ശൈലി ആപ്പിൽ എത്ര വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ജീവിതശൈലി രോഗമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്താ പറയാ, ട്രാക്ക് ചെയ്യാൻ പോകുന്നത്? 30 വയസ്സിന് മുകളിലുള്ളവരുടെ. ആ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ആശാ പ്രവർത്തകരാണ് ഉപയോഗിക്കുന്നത്. ദാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ശൈലി ആപ്പ് വഴി വിവരശേഖരണം നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്ന താഴെ തട്ടിലെ ആരോഗ്യ പ്രവർത്തകർ ആരാണ്? ആരാണ് ആരോഗ്യ പ്രവർത്തകർ? ആശാ വർക്കർമാരാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈലി ആപ്പ് വികസിപ്പിച്ചെടുത്തത് ഏത് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഭാഗമാണ്? ആരാണ് ഏത് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ശൈലി ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? മിഷന്റെ പേരെന്താ? ഇ ഹെൽത്ത് കേരള. അപ്പൊ ഇ ഹെൽത്ത് കേരളയുടെ ഭാഗമാണ് ശൈലി ആപ്പ്. ശൈലി ആപ്പ് ഏതു തരം രോഗങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? പറയൂ, എവിടെ ഇരിക്കുന്ന വെച്ചാൽ പറയൂ. ഏതാ രോഗം? ജീവിതശൈലി രോഗങ്ങളെ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി ആരംഭിച്ച ഇ ഹെൽത്ത് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഓക്കെ. അപ്പൊ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ എന്ത് ചെയ്യും? ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കും. ആ ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ പേരാണ് ഇ ഹെൽത്ത് പദ്ധതി. ഈ ഇ ഹെൽത്ത് പദ്ധതി എന്നാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്? ഉദ്ഘാടനം ചെയ്ത വർഷം 2017. ഉദ്ഘാടനം ചെയ്ത മാസം ജനുവരി. ഉദ്ഘാടനം ചെയ്ത ദിവസം 25. എങ്കിൽ
എങ്കിൽ എന്റെ ചോദ്യം, വാട്ട് ഈസ് ഇ ഹെൽത്ത്? ഇ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കുന്നു. അതിനുള്ള പദ്ധതിയുടെ പേരാണ് ഇ ഹെൽത്ത്. ഈ പദ്ധതി ആരംഭിച്ച വർഷം, മാസം, ദിവസം എപ്പോഴാ? 2017 ജനുവരി 25. ഓക്കെ. എങ്കിൽ ഈ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ ഓരോ പൗരനും ഒരു UHID നൽകും, യൂണിവേഴ്സൽ ഹെൽത്ത് ഐഡന്റിറ്റി. ഓക്കെ, അതെന്ത് ചെയ്യും? കൊടുക്കുന്നതായിരിക്കും. ഈ യൂണിവേഴ്സൽ ഹെൽത്ത് ID-യിൽ എത്ര അക്കമുണ്ട് എന്നതാണ് ചോദ്യം. എത്ര അക്കമുണ്ട്? 16 അക്കം. അപ്പൊ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ പൗരനും ഒരു ഹെൽത്ത് ID കൊടുക്കുന്നത്? ഈ ഹെൽത്ത് പദ്ധതി കേരള. എത്ര അക്കം ഉണ്ട് അതില്? 16 അക്കമുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി OP ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകൾ സൂക്ഷിക്കാനും സഹായിക്കുന്ന ഔദ്യോഗിക പോർട്ടൽ ഏതാണ്? ഇ ഹെൽത്ത് കേരളയാണ് പോർട്ടൽ. അതിന്റെ വെബ്സൈറ്റ് എന്താ? ehealth.kerala.government.in. അപ്പൊ എന്റെ ചോദ്യങ്ങൾ, ഇ ഹെൽത്ത് കേരള മുഖാന്തരം നമുക്ക് സർക്കാർ ആശുപത്രികളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? OP ടിക്കറ്റ് എടുക്കാം. എങ്ങനെ? ഓൺലൈനായിട്ട്. പിന്നെ എന്താ? ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ് എടുക്കാനും അതേപോലെ എന്താ OP ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും നമുക്ക് ഏത് ഉപയോഗിക്കാവുന്നതാണ്? ഇ ഹെൽത്ത് കേരള ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് എവിടെ ഉണ്ടാവും? ഈ ഹെൽത്ത് കേരളയിൽ ഉണ്ടാവും. ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് OP ടിക്കറ്റ് വാങ്ങാൻ ഇനി എന്ത് ചെയ്യണ്ട? ക്യൂ നിൽക്കണ്ട. നമുക്ക് ഏത് പ്രകാരം ചെയ്യാൻ പറ്റും? ഈ ഹെൽത്ത് കേരള പ്രകാരം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആയില്ലേ? ഏതുമായി ബന്ധപ്പെട്ടത്? അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താ? നിരാമയ പഠിച്ചില്ലേ? റിവൈസ് ചെയ്തില്ലേ? സമ്പൂർണ്ണ റിവൈസ് ചെയ്തില്ലേ? ശൈലി റിവൈസ് ചെയ്തില്ലേ? ഇ ഹെൽത്ത് റിവൈസ് ചെയ്തില്ലേ? ഈ 4 പ്രോഗ്രാമുകൾ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? പരിപാടിയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിലുള്ള പദ്ധതികൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് ഓപ്ഷൻസിലുള്ള പദ്ധതികൾ കിട്ടും. ഈ പദ്ധതികളെല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? കേരളത്തിലെ ആരോഗ്യ സാമൂഹ്യ പദ്ധതികളായി. ക്ലിയർ? എങ്കിൽ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആശ്വാസകിരണം, ഓപ്ഷൻ ബി ജീവനി, ഓപ്ഷൻ സി ആർദ്രം, ഓപ്ഷൻ ഡി സ്നേഹസ്പർശം. ഇതാണ് ചോദ്യം. ഓക്കെ അല്ലെ? അപ്പൊ ചോദ്യം എന്തായിരുന്നു? വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമാണ് ജീവനി. അപ്പൊ ജീവനിയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയായിട്ട് വന്നിരിക്കുന്നത്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലെ? നമുക്ക് ആദ്യം ചോദ്യത്തിലൂടെ തന്നെ റിവൈസ് ചെയ്യാം. ഒന്ന്, രോഗി എങ്ങനെയുള്ള ആളാ? കിടപ്പിലായ ആളാണ്. ആ കിടപ്പിലായ വ്യക്തിക്ക് ഒരു മുഴുവൻ സമയ പരിചാരകന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. 24 മണിക്കൂറും ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണം. എല്ലാ കിടപ്പിലായ രോഗികൾക്കും മുഴുവൻ സമയ പരിചാരകന്റെ ആവശ്യം ഉണ്ടാവോ? ഇല്ല. അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുന്നേക്കാനും ചെയ്യാനും പറ്റും. ഓക്കെ അല്ലെ? ഇവിടെയാണെങ്കിൽ എന്താ? മുഴുവൻ സമയം പരിചാരകൻ ആവശ്യമുള്ള ഒരു കിടപ്പിലായ രോഗിയാണ് എങ്കിൽ അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വെല്ലുവിളികൾ നേരിടുന്നവരായിരിക്കും. അവർക്കാണോ പൈസ കിട്ടുന്നത്? അവരെ പരിചരിക്കുന്നവർക്കാണോ പൈസ കിട്ടുന്നത്? ധനസഹായം കിട്ടുന്നത് പരിചരിക്കുന്നവർക്കാണ്. എങ്കിൽ പദ്ധതിയുടെ സംഭവം എന്താ? ഒരു മുഴുവൻ സമയ കിടപ്പ് രോഗിക്ക് ഒരു മുഴുവൻ സമയ പരിചാരകൻ ആവശ്യമുണ്ട് എങ്കിൽ ആ മുഴുവൻ സമയ പരിചാരകന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ധനസഹായം കൊടുക്കുന്നു. ആ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം അല്ല, സ്നേഹധാര അല്ല, അമൃതം അല്ല. എന്താണ് ആ പദ്ധതി? എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞേ. പദ്ധതിയുടെ പേരെന്താ? ആശ്വാസ കിരണം. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലെ? എങ്കിൽ അടുത്തത്, കിടപ്പ് രോഗികളെയും തീവ്ര വൈകല്യമുള്ളവരെയും വീട്ടിലിരുന്ന് പരിചരിക്കുന്ന കെയർ ഗിവേഴ്സ് അഥവാ പരിചാരകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കിടപ്പ് രോഗി എന്ന് കണ്ടുടനെ നിങ്ങൾക്ക് മനസ്സിലായി അത് സ്നേഹസ്പർശമല്ല, സമാശ്വാസമല്ല, കാരുണ്യമല്ല, എന്താ? ആശ്വാസ കിരണമാണ്. എങ്കിൽ അടുത്തത്, ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി
റിവൈസ് ചെയ്യുന്നു. പറയൂ, എന്റെ കൂടെ പറയൂ, പറഞ്ഞ് പഠിക്കൂ. ഇവിടെ ആരോഗ്യ കിരണം എന്തിനുള്ളതാ? കിടപ്പ് രോഗികളെയും തീവ്ര വൈകല്യമുള്ളവരെയും എന്താ ഫുൾ ടൈം പരിചരിക്കുന്ന കെയർ ഗീവേഴ്സിനുള്ളതാണ്. അത്രയും കാര്യം നമ്മൾ പഠിച്ചു. അവർക്ക് സാമ്പത്തിക സഹായം എന്ത് ചെയ്യും? കൊടുക്കും. അത്രയും കാര്യം നമ്മൾ പഠിച്ചു. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇത് നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേരെന്താണ്? എന്താണ് ഈ ആശ്വാസ കിരണം നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേര്? KSSM. എന്താ KSS എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. മനസ്സിലായോ? അപ്പൊ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് എന്ത് പദ്ധതി നടപ്പിലാക്കുന്നത്? ആശ്വാസ കിരണം പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ ആശ്വാസ കിരണം പദ്ധതിയെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ശരിയായ പ്രസ്താവന ടിക്ക് ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുക, ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതുകൊണ്ട് ശരിയായതാണോ തെറ്റായതാണോ നോക്കാൻ വേണ്ടി തെറ്റായത് എന്ത് ചെയ്യണം? ആദ്യം മാർക്ക് ചെയ്യണം. നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. എങ്കിൽ ഓപ്ഷൻ എ, ഈ പദ്ധതി പൂർണ്ണമായും ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ. പൂർണ്ണമായിട്ടും ശയ്യാലംബർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? അവർ കിടപ്പിലായ രോഗിയായിരിക്കണം. വേണ്ടേ? അവരെ നോക്കാൻ വേണ്ടി 24 മണിക്കൂറും ഒരാൾ കൂടെ ഉണ്ടാവണം. വേണ്ടേ? അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കെയർ ഗീവേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത്? ആശ്വാസ കിരണം. ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ ബി, ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി മാത്രമായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതിയാണ്. അപ്പൊ എന്റെ ചോദ്യം, ആശ്വാസ കിരണം പദ്ധതിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഓക്കെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പദ്ധതിയാണോ? അല്ല. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, എന്താ മനസ്സിലായത്? ആശ്വാസ കിരണം പദ്ധതിയിൽ എൻഡോസൾഫാൻ, അതായത് കാസർഗോഡിലുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക്, അവരെ കിടപ്പിലായ ആളുകളെ പരിചരിക്കുന്നവർക്ക് ആശ്വാസ കിരണം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു. അങ്ങനെ ഒരു പദ്ധതി അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ആശ്വാസ കിരണത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതിയാണ് ഇത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ എന്റെ കൂടെ പറഞ്ഞോളൂ, ഈ പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാ? പൂർണ്ണമായും ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലേ? അപ്പൊ എ ശരിയാണ്, ബി എന്താ? തെറ്റാണ്. എങ്കിൽ സി, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ പറഞ്ഞോ, ഈ ആശ്വാസ കിരണം പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേരെന്താ? KSSM എന്ന് വെച്ചാൽ എന്താ? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഡി, ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ ധനസഹായം ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് നൽകുന്നു. കാരണം ഗുണഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് വരും? പൈസ വരുന്നതായിരിക്കും. എങ്കിൽ എയും സിയും ഡിയും ശരിയാണെങ്കിൽ ബി എന്താ? തെറ്റാണ്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയാണ്. നമ്മൾ ഏത് ടിക്ക് ചെയ്യും? ബി ടിക്ക് ചെയ്യും. ആശ്വാസ കിരണം പദ്ധതിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും ഉൾപ്പെടുമെങ്കിലും ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയുടെ പേരാണ് സ്നേഹ സാന്ത്വനം. അപ്പൊ പറഞ്ഞോ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പ്രത്യേക എന്താ പറയാ പദ്ധതിയുടെ പേരെന്താ? സ്നേഹ സാന്ത്വനം. ആശ്വാസ കിരണം പദ്ധതി എന്തിനുള്ളതാ? ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക്. അതിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർ ഉൾപ്പെടുമോ? തീർച്ചയായും ഉൾപ്പെടും. പക്ഷെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണോ ആശ്വാസ കിരണം? അല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയുടെ പേരാണ് സ്നേഹ സാന്ത്വനം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, വിഷരഹിത പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള കൃഷി വകുപ്പ് ആരംഭിച്ച നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന ക്യാമ്പയിൻ ഏത് പദ്ധതിയുടെ ഭാഗമാണ്? ഓക്കെ. അപ്പൊ വിഷരഹിത പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ആകെ എല്ലാവർക്കും ക്യാൻസറും പ്രോബ്ലങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് വിഷരഹിതമായ പച്ചക്കറി, അതായത് ഫർട്ടിലൈസേഴ്സ് ഇല്ലാത്ത പച്ചക്കറി എന്ത് ചെയ്യുക? ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് കേരള കൃഷി വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ ടാഗ് ലൈൻ ആണ് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. എങ്കിൽ ആ പദ്ധതി എന്ന ക്യാമ്പയിൻ ഏത് പദ്ധതിയുടെ ഭാഗമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹരിത കേരളം, ഓപ്ഷൻ ബി ജീവനി, ഓപ്ഷൻ സി സുഭിക്ഷ കേരളം, ഓപ്ഷൻ ഡി കേരളശ്രീ. ഓക്കെ. അപ്പൊ ഇവിടെ ഹരിത കേരളം,
പേരിൽ തന്നെ ഉണ്ട് എന്താ, ഹരിത കേരളം അല്ലല്ലോ, സോറി ജീവനാണ്, തെറ്റിപ്പോയി. ഓക്കെ അല്ലെ, ഹരിത കേരളം അല്ല, എന്താ ഓപ്ഷൻ ബി ആണ് എന്ത്, ജീവനി. അപ്പൊ നെക്സ്റ്റ് സംഭവം, വിഷരഹിത പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള കൃഷി വകുപ്പ് ആരംഭിച്ച നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന ക്യാമ്പയിൻ പദ്ധതിയുടെ പേരെന്താ, ജീവനി. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്, അതും ജീവനി. ഓക്കെ, അപ്പൊ ജീവനിൽ ഇപ്പൊ എത്ര പദ്ധതിയായി, രണ്ടെണ്ണം. ഒന്നാമത്തെ ജീവനി പദ്ധതിയുടെ പേര് പറഞ്ഞേ, എന്താ, അല്ല ജീവനി പദ്ധതി എന്തിനുള്ളതെന്ന് പറഞ്ഞേ, വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, കേരള കൃഷി വകുപ്പ്. കറക്റ്റ് അല്ലേ? ഈ പദ്ധതിയുടെ ടാഗ് ലൈൻ എന്താ, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിലെന്തുണ്ട്, ജീവനിയുണ്ട്. രണ്ടാമത്തെ ജീവനി എന്താ, കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സമ്മർദ്ദം എന്താ, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ എന്ത് തരിക, കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ട്. ഈ രണ്ടാമത്തെ ജീവനി, അതായത് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ജീവനി, ഓക്കെ, ഇത് കൗൺസിൽ നൽകാൻ വേണ്ടിയുള്ള ജീവനി ആരംഭിച്ചത് ആരാ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഓക്കെ, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഈ പദ്ധതി ഏതാ, ജീവനി. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ജീവനി. ആ പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്ന ദേശീയ സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവനി. എന്ത് ചെയ്യാം, നന്നായിട്ട് അറിയാം. ഓക്കെ, അതിന് സാങ്കേതിക സഹായം നൽകുന്ന ദേശീയ സ്ഥാപനം ഏത് എന്നാണ് എന്ത് ചോദ്യം. ഓപ്ഷൻ എ എയിംസ്, ഓപ്ഷൻ ബി നിംഹാൻസ്, ഓപ്ഷൻ സി ICMR, ഓപ്ഷൻ ഡി NIT കാലിക്കറ്റ്. ഓക്കെ അല്ലെ? അപ്പോൾ നോക്കാൻ പോകുന്ന കാര്യം, ഇതിൽ ആരാണ് സഹായം നൽകുന്നത്, നിംഹാൻസ് ആണ്. ബാംഗ്ലൂരിലുള്ള നിംഹാൻസ് ആണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, സാങ്കേതിക സഹായം നൽകുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൽ ജീവനി എന്ന് പറയുന്നത്, നമുക്ക് ജീവനി പദ്ധതി എന്താവാം, കൃഷിയുമായി ബന്ധപ്പെട്ടതാവാം. ജീവനി പദ്ധതി എന്താവാം, കേരളത്തിലെ കോളേജുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാവാം. ഇതിൽ ഏത് ജീവനി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം ആൻസറിലേക്ക് കടക്കാം. ഒന്ന്, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സൈക്കോളജി അപ്രന്റീസിനെ നിയമിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന മാനസികാരോഗ്യ പദ്ധതിയാണ്. കറക്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ജീവനി കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ, പ്രധാനമായിട്ട് എവിടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കുട്ടികളുടെ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്താ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കും. പോസ്റ്റിന്റെ പേരാണ് സൈക്കോളജി അപ്രന്റീസ്. ഈ സൈക്കോളജി അപ്രന്റീസ് എന്ന് പറഞ്ഞ പോസ്റ്റിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുക്കാനുള്ള ഏജൻസിയുടെ പേരാണ്, പറയൂ, എവിടെയായിരിക്കുന്നു വെച്ചാൽ പറയൂ. ആ ട്രെയിനിങ് കൊടുക്കാനുള്ള ഏജൻസിയുടെ പേരാണ് നിംഹാൻസ്. ഓക്കെ അല്ലേ? നിംഹാൻസ് എവിടെയാ ഉള്ളത്, ബാംഗ്ലൂർ. കറക്റ്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ, ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ, ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന സന്ദേശവുമായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ തരിശുരഹിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ പേരും ജീവനിയാണ്. കാരണം ജീവനി എന്താ, കൃഷി വകുപ്പ് നടത്തിയിട്ടുണ്ട്. കൂടെ ആരുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്. ഇവിടെ നമുക്ക് ജീവനി എന്താ, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യമാണ് അതിന്റെ ടാഗ് ലൈൻ. രണ്ടും ശരിയാണെങ്കിൽ നമുക്ക് വേണ്ടത് 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ ആണ്. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ, ഉണ്ട്. ഏതാ, ഓപ്ഷൻ സി, 1ഉം 2ഉം എന്താ, ശരിയാണ്. ഡൺ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്. PHC എന്ന് വെച്ചാൽ എന്താ, പ്രൈമറി ഹെൽത്ത് സെന്റർ. FHC എന്ന് വെച്ചാൽ എന്താ, ഫാമിലി ഹെൽത്ത് സെന്റർ. അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് ഉയർത്തണം. ഇതിനു വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ആദ്രം മിഷൻ. അപ്പൊ ആദ്രം മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു, ഉയർത്തുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള മിഷന്റെ പേരാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം എപ്പോഴാ, 2017. എപ്പോഴാ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, 2017. ഓക്കെ, അപ്പൊ സർക്കാർ ആശുപത്രികളിലെ
OP നവീകരണവും ഇ ഹെൽത്ത് സംവിധാനവും നടപ്പിലാക്കുന്ന കേരള സർക്കാർ മിഷൻ ഏതാണ്? ചോദ്യത്തിന്റെ ആൻസർ നമുക്കറിയാം, ആർദ്ര മിഷൻ ആണ്. രണ്ട് കാര്യം ചോദിക്കുന്നു. ഇ ഹെൽത്ത് മിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള എന്താ പറയാ OP ടിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൺലൈനായി എടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ എല്ലാ ഡാറ്റയും എവിടെ ഉണ്ടാവും? ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇ ഹെൽത്ത് സംവിധാനം. ഈ ഹെൽത്ത് സംവിധാനം ഏത് കേരള സർക്കാർ മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ്? ഏത് കേരള സർക്കാർ മിഷന്റെ ഭാഗമായിട്ടുള്ളതാ? ആർദ്രം മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ സംവിധാനം. അപ്പൊ സർക്കാർ ആശുപത്രികളിൽ OP നവീകരണവും ഇ ഹെൽത്ത് സംവിധാനവും നടപ്പിലാക്കുന്ന കേരള സർക്കാർ മിഷന്റെ പേരേതാണ്? ആർദ്രം മിഷൻ. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചൂഷണങ്ങൾക്ക് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായവും സംരക്ഷണവും നൽകാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയുള്ള ആളുകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ളതാ? അവിവാഹിതരായ അമ്മമാർക്ക്. എന്താ സഹായം നൽകുന്നത്? സാമ്പത്തിക സഹായം. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. പദ്ധതിയുടെ പേരെന്താ? സ്നേഹപൂർവം, അഭയകിരണം, സ്നേഹസ്പർശം, സമാശ്വാസം. പദ്ധതിയുടെ പേരാണ് സ്നേഹ സ്പർശം. അപ്പോൾ ടിക്ക് ചെയ്യാൻ പോകുന്നതാണ് ഓപ്ഷൻ സി. എങ്കിൽ എന്റെ കൂടെ പറയൂ, സ്നേഹസ്പർശം പദ്ധതി എന്താണ്? അവിവാഹിതരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയില്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഏത്? നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി ഡ്രൈവർ 2021 ക്വസ്റ്റ്യൻ എടുത്തു. വിദ്യാർത്ഥികളുടെ മാനസിക സംരക്ഷണ പദ്ധതിയിൽ നിന്ന് എടുത്തു. ആശ്വാസകിരണം പഠിച്ചു, PYQ റിവൈസ് ചെയ്തു. ജീവന് പഠിച്ചു, PYQ റിവൈസ് ചെയ്തു. ആർദ്രം പഠിച്ചു, PYQ റിവൈസ് ചെയ്തു. സ്നേഹസ്പർശം പഠിച്ചു, PYQ റിവൈസ് ചെയ്തു. ഡൺ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാ പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ഇതിലോട്ട് പോവാണ്. അടുത്ത ഇതിൽ എന്താ ഉള്ളത്? തിയേറ്റർ അസിസ്റ്റന്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഇതെല്ലാം ഇവ പഠിച്ച് സർക്കാർ ആശുപത്രികളെ ബെറ്റർ ആക്കുക. ഓക്കെ, ഈ ഹെൽത്ത് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഹെൽത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ശൈലി ആപ്പ്. ഇതെല്ലാത്തിന്റെയും ഭാഗമായിട്ട് വരുന്നതാണ് ആർദ്ര മിഷൻ. ഓക്കെ, അപ്പൊ ആർദ്ര മിഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? അപ്പൊ നമുക്കിവിടെ നോക്കേണ്ട ആരെയൊക്കെയാ? സുഹൃതം, സ്നേഹസ്പർശം, താലോലം. സ്നേഹസ്പർശം പഠിച്ചു കഴിഞ്ഞുള്ളൂ. എന്താ സ്നേഹസ്പർശത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ എന്താ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. അപ്പൊ സുഹൃതം നോക്കണം, താലോളം നോക്കണം. ദാ പിടിച്ചോ സുഹൃതം. ഓക്കെ, നെക്സ്റ്റ്. കേരള സർക്കാർ നടപ്പിലാക്കിയ സുഹൃതം പദ്ധതി പ്രധാനമായും ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്? അപ്പൊ സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാ രോഗം? ക്യാൻസർ. അപ്പൊ എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടെ പറഞ്ഞോളൂ. കേരള സർക്കാർ നടപ്പിലാക്കിയ സുഹൃതം പദ്ധതി പ്രധാനമായും ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാ? ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ കേരളത്തിൽ BPL കാർഡ് ഉടമകൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ കേരളത്തിലെ BPL കാർഡ് ഉടമകൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? സുഹൃതം. അപ്പൊ സുഹൃതം എന്ന് വെച്ചാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാ? ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട പദ്ധതിയാ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഹൃതം പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഏത് വർഷമാ സുഹൃതം പദ്ധതി ആരംഭിച്ചത്? 2014. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? മമ്മൂട്ടി. 2014 സുഹൃതം പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. സുഹൃതം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഏതാണ്? 2014. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? മമ്മൂട്ടി. 2014 സുഹൃതം പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ.
എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ആരംഭിച്ചത്? ഏത് കേന്ദ്ര മന്ത്രാലയം? തൊഴിൽ മന്ത്രാലയം, മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇവിടെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സാർ എന്താ സുഹൃത്തിന്റെ കൂടെ RSBY വരുന്നത് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, സുഹൃതം പദ്ധതിയിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് BPL കാർഡ് ഉടമയാവണം. നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. BPL കാർഡ് ഉടമ ആവണമെന്ന് മാത്രം നിർബന്ധമില്ല, അവർ RSBY എന്തായാൽ മതി, മെമ്പറും ആയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഹൃത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത പദ്ധതിയുടെ പേരാണ് RSBY. ക്ലിയർ അല്ലേ? RSBയുടെ ഫുൾ ഫോം എന്താ? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഇതൊരു കേന്ദ്ര പ്രോഗ്രാം ആണോ? അതെ. ഇത് നടപ്പിലാക്കുന്ന മന്ത്രാലയത്തിന്റെ പേരെന്താ? തൊഴിൽ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RSBY പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം ലഭിക്കുന്ന പരമാവധി ആരോഗ്യ ഇൻഷുറൻസ് തുക എത്രയാണ്? ഓക്കെ, RSBY പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം ലഭിക്കുന്ന പരമാവധി ആരോഗ്യ ഇൻഷുറൻസ് തുകയാണ് 30,000 രൂപ. അപ്പൊ എത്ര രൂപ കിട്ടും? 30,000 രൂപ കിട്ടും. RSBY പ്രധാനമായും ഏത് വിഭാഗം ആളുകൾക്കാണ് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത്? RSBY പദ്ധതി പ്രധാനമായും ഏത് വിഭാഗം ആളുകൾക്കാണ് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത്? ഏത് വിഭാഗം ആളുകൾക്ക്? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും BPL കുടുംബങ്ങൾക്കും. അപ്പൊ എവിടെയാണ് നടക്കാൻ പോകുന്നത്? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് വർക്കേഴ്സിനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും അൺഓർഗനൈസ്ഡ് അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? അല്ല, നിങ്ങൾ എല്ലാവരും എന്താ? സംഘടിത മേഖലയിൽ, ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും BPL കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് അല്ലേ? കേന്ദ്ര സർക്കാരിന്റെ RSBY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് ഏത് പേരിലാണ്? അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് RSBY. RSBYയുടെ ഫുൾ ഫോം എന്തായിരുന്നു? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ആർക്കുള്ളതാ? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും BPL കുടുംബങ്ങൾക്കും. കേരളത്തിൽ അതിന്റെ പേരെന്തായിരുന്നു? CHIS. CHIS ഫുൾ ഫോം എന്താ? കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. എവിടെയാണ് വെച്ചാ പറഞ്ഞോളൂ. അതിന്റെ ഫുൾ ഫോം എന്താ? കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, RSBY പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിലെ പരമാവധി എത്ര അംഗങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക? അപ്പൊ ചോദ്യം എന്തായിരുന്നു? RSBY എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ മാക്സിമം എത്ര പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും? എത്ര പേരാ? 5 പേർ. നെക്സ്റ്റ്, ദാരിദ്ര്യക്ക് താഴെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നവർക്ക്, ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനായി RSBY പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? വർഷം ഏതാ? 2008. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരി? നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. പ്രസ്താവന 1, RSBY പദ്ധതി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ആരംഭിച്ചത്. ഓക്കെ, അല്ല. RSBY പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്താ? തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലാണ്. 1 തെറ്റി. 2, ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പ്രതിവർഷം 30,000 രൂപ വരെയുള്ള ചികിത്സാ സഹായം ലഭിക്കുന്നു. അപ്പോ എത്ര രൂപ കിട്ടും? 30,000 രൂപ കിട്ടും. ശരിയാണ്. 3, കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയത് CHIS, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ്. കറക്റ്റ്. കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പേരിലാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണെങ്കിൽ ഓപ്ഷൻ വേണ്ടത് ഓപ്ഷൻ C ആണ്. ക്ലിയർ? എങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓക്കെ, പ്രസ്താവന 1 എന്റെ കൂടെ പറഞ്ഞോളൂ. RSBY പദ്ധതി നടപ്പിലാക്കുന്ന മന്ത്രാലയത്തിന്റെ പേര് എന്താ? മന്ത്രാലയത്തിന്റെ പേരെന്താ? തൊഴിൽ മന്ത്രാലയം, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പ്രതിവർഷം എത്ര രൂപ ചികിത്സാ സഹായം ലഭിക്കും? 30,000 രൂപ ചികിത്സാ സഹായം ലഭിക്കും. 3, കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന എന്ത് പേരില്ല? CHIS. ഓക്കെ, അപ്പൊ അത് എത്രയും കാര്യം എന്താ? ശരിയാണ്. 1 മാത്രമാണ് തെറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സുഹൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. ക്ലിയർ? 1, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചത്.
ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് സുഹൃതം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. 2014 ആരംഭിച്ച ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ്. 2014 പദ്ധതി ആരംഭിച്ചത്. ആരാ ഉദ്ഘാടനം ചെയ്തത്? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി. പക്ഷെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ അല്ല, ലാലേട്ടൻ അല്ല, ആരാ? മമ്മൂക്കയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താ? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3. തിരുവനന്തപുരം RCC, മലബാർ ക്യാൻസർ സെന്റർ എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾ വഴി ഈ ചികിത്സ എന്ത് ചെയ്യുന്നു? ലഭ്യമാക്കുന്നു. കറക്റ്റ് ആണ്. ഓക്കെ അല്ലെ? തിരുവനന്തപുരം RCCയില്, മലബാർ ക്യാൻസർ സെന്ററിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, തിരുവനന്തപുരം ജനറൽ ആശുപത്രി, ഓക്കെ അല്ലെ? സോറി, എറണാകുളം ജനറൽ ആശുപത്രി, ഇത്രയും സ്ഥലത്ത് എന്ത് കിട്ടും? സുഹൃത്തിന്റെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ക്ലിയർ? എങ്കിൽ 2 തെറ്റാണ്, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം മാത്രം, ബി മാത്രം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ താഴെ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റായത്? 1. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് 1951 തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത്. അതെ. അപ്പൊ എന്റെ കൂടെ പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് എവിടെയാ? തിരുവനന്തപുരം. സ്ഥാപിതമായ വർഷം എപ്പോഴാ? 1951. 2. നിലവിൽ സുഹൃതം, RSBY, ചിസ് എന്നീ പഴയ ആരോഗ്യ പദ്ധതികളെല്ലാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ലയിപ്പിച്ചിരിക്കുന്നു. കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചു, സുഹൃതം പഴയ ആരോഗ്യ പദ്ധതി, RSBY അതിന്റെ കേരളത്തിലെ പേരാണ് ചിസ്, ഇത് പഴയ ആരോഗ്യ പദ്ധതി. ഇപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്ത് കേരളത്തിൽ വിളിക്കുന്നത് ഒറ്റ ആരോഗ്യ പദ്ധതിയുടെ പേരിലാണ്. ആ ആരോഗ്യ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പദ്ധതിയുടെ പേരെന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ 2 എന്താ? ശരിയാണ്. 3. കേരളത്തിൽ RSBY പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസിയുടെ പേരാണ് ചിയാക്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ കേരളത്തിൽ RSBY പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസിയുടെ പേരാണ് എന്ത്? ചിയാക്. എങ്കിൽ ഇത് ഏതാണ് ഇതിൽ തെറ്റ്? ഒന്നും തെറ്റില്ലല്ലോ, എല്ലാം എന്താ? ശരിയാണ്. ഓപ്ഷൻ ഡി എന്താ? കറക്റ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഉണ്ടായ വർഷം എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ എന്നോട് പറയണേ. ഉണ്ടായ വർഷം 1951. ഓക്കെ. നിലവിൽ കേരളത്തിലെ ആരോഗ്യ പദ്ധതികളെല്ലാം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KASP. സുഹൃതം, RSBY, ചിസ്. ഓക്കെ. 3. അതിനെ ലയിപ്പിച്ചു. കറക്റ്റ്. 3. കേരളത്തിൽ RSBY പദ്ധതി നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസിയുടെ പേരാണ് ചിയാക്. ഓക്കെ അല്ലേ? 1, 2, 3 എന്താ? ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന എല്ലാം എന്താ? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയുടെ പ്രധാന വരുമാന സ്രോതസ് ഏതാണ്? ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാ? കാരുണ്യ പദ്ധതിയിലാണ് എത്തിയിരിക്കുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയുടെ പ്രധാന വരുമാന സ്രോതസ് ഏതാണ്? മദ്യമല്ല, ഇന്ധന സർചാർജ് അല്ല, പ്രവാസ ക്ഷേമനിധി അല്ല, ഏതാണ്? സംസ്ഥാന ലോട്ടറി വിൽപ്പന. ഓപ്ഷൻ ബി ഏതാ? സംസ്ഥാന ലോട്ടറി വിൽപ്പന. ഓക്കെ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി പ്രതിവർഷ സൗജന്യ ചികിത്സാ സഹായം എത്ര? ഓക്കെ. അപ്പൊ എത്ര രൂപയാണ് KSAP വഴി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ലഭിക്കുന്ന സൗജന്യ ചികിത്സാ സഹായം? 2 ലക്ഷമാണോ? 3 ലക്ഷമാണോ? 5 ലക്ഷമാണോ? 10 ലക്ഷമാണോ? എത്രയാണ്? 5 ലക്ഷം. അപ്പൊ എന്റെ കൂടെ പറഞ്ഞോളൂ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി പ്രതിവർഷ സൗജന്യ ചികിത്സാ സഹായത്തിന്റെ പേരാണ് 5 ലക്ഷം. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരുണ്യ ബെനവലന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓക്കെ. പ്രസ്താവന 1. 2012 ഫെബ്രുവരി 25-നാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. അപ്പൊ 2012 ഫെബ്രുവരി 25-നാണ് എന്തിരിക്കുന്നത്? ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 2. സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ കാരുണ്യ ലോട്ടറി വിൽപ്പനയോടെ ലഭിക്കുന്ന തുകയാണ് ഇതിന്റെ പ്രധാന വരുമാന സ്രോതസ്. കറക്റ്റ്. ഓക്കെ. എങ്ങനെയാണ് ഇതിൽ പൈസ കിട്ടുക? കാരുണ്യ ലോട്ടറിയിലൂടെ. 3. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള
APL കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രധാന ആനുകൂല്യം ലഭിക്കുക. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആളുകൾ കൊടുക്കില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ 1, 2 ശരിയാണ്. അത് നമുക്ക് 1, 2 നോക്കാം. 2012 ഫെബ്രുവരി 25-നാണ് കാരുണ്യ ബെനവലന്റ് പദ്ധതി അല്ലെങ്കിൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്ക് പൈസ കിട്ടുന്നത് കാരുണ്യ ലോട്ടറിയുടെ വിൽപ്പനയിലൂടെയാണ്. ഇതിലൂടെ താഴെ തട്ടിൽപ്പെട്ടവർക്ക്, പ്രധാനപ്പെട്ട വരുമാനം കുറവുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഹെൽത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് വരുമാനം വേണ്ടത് BPL കുടുംബങ്ങൾക്കും വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള APL വിഭാഗക്കാർക്കുമാണ് ലഭ്യമാവുന്നത്. മനസ്സിലായോ? 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്കല്ല. ഒന്നെങ്കിൽ BPL ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ, വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള APLകാർക്കാണ് കിട്ടുക. ഓക്കെ അല്ലേ? 1, 2 ശരിയാണ്. 1, 2 ശരിയാണെങ്കിൽ ഓപ്ഷൻ എ എന്താ? ഓപ്ഷൻ എ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KSP കാരുണ്യ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന ചികിത്സാ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? KSP കാരുണ്യ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന ചികിത്സാ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികൾ വഴി മാത്രമാണ് ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാവുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ എത്ര സർക്കാർ സ്വകാര്യ ആശുപത്രികൾ എംപാനൽ ഉണ്ടാവും? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ആയിരക്കണക്കിന് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികൾ, അതിന്റെ എണ്ണം നോക്കേണ്ട കാര്യമില്ല. ക്യാഷ്ലെസ് ആയിട്ടാണ് കൊടുക്കുക. അതായത് ഹോസ്പിറ്റലിലേക്കാണ് പൈസ പോവുക. ക്ലിയർ അല്ലേ? 2, പദ്ധതിയിൽ അംഗമാകുന്നതിന് മുമ്പുള്ള രോഗങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആദ്യത്തെ 1 വർഷത്തേക്ക് കവറേജ് ലഭിക്കില്ല. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് കവറേജ് ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിൽ പോയിട്ട് കാര്യമില്ല. രോഗം ഉണ്ടായി കഴിഞ്ഞിട്ട് കാരുണ്യം എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് അവിടെ എന്ത് കിട്ടുന്നതായിരിക്കും? കവറേജ് കിട്ടുന്നതായിരിക്കും. 2 തെറ്റാണ്. അവയവം മാറ്റിവെക്കൽ, ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ എന്ത് ചെയ്യും? ധനസഹായം ലഭിക്കും. കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അവയവം മാറ്റിവെക്കൽ, ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് BPLകാർക്കും അതേപോലെ 3 ലക്ഷം രൂപയിൽ കുറവ് വരുമാനമുള്ള APLകാർക്കും സർക്കാർ വഴി അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ വഴി ക്യാഷ്ലെസ് ചികിത്സ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. ഓക്കെ. മുമ്പ് സുഹൃതം ഉണ്ടായിരുന്നു, RSPY ചിസ് ഉണ്ടായിരുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി ചിയാക്ക് ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റിയിട്ട് ഒറ്റ സിംഗിൾ പദ്ധതിയാക്കി. പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. ക്ലിയർ അല്ലേ? ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് രോഗിയായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാം. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് സ്വകാര്യ കമ്പനി എടുക്കാൻ പോവുകയാണെങ്കിൽ രോഗിയായതിനു ശേഷം എന്ത് ചെയ്യില്ല? എടുക്കില്ല. ഓക്കെ അല്ലേ? 1, 3 എന്താ? ശരിയാണ്. ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1, കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ധനകാര്യമന്ത്രി KM മാണിയാണ്. കറക്റ്റ് ആണ്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം തന്നെ ധനകാര്യമന്ത്രി എന്ത് ചെയ്തു? KM മാണിയും കൂടി ചേർന്ന് എന്ത് ചെയ്തു? അതിനെ ഉദ്ഘാടനം ചെയ്തു. 2, നികുതി വകുപ്പിന് കീഴിലാണ് ലോട്ടറി വകുപ്പ് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ലോട്ടറി വകുപ്പ് പ്രവർത്തിക്കുന്നത് എന്താ? നികുതി വകുപ്പിന് കീഴിലാണ്. കറക്റ്റ് ആണ്. 3, KSP പദ്ധതി പ്രകാരം പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് മാത്രം നടപ്പിലാക്കുന്ന ഒന്നാണ്. ഓക്കെ അല്ല? അല്ല. KSP പദ്ധതിക്ക് എന്ത് കിട്ടും? കേന്ദ്രത്തിൽ നിന്നും പൈസ കിട്ടും. കറക്റ്റ്. നമുക്ക് ആ പൈസ കിട്ടുന്ന ഡെഫിനിഷൻ നോക്കാം. ഒന്നാമത്തെ കാര്യം പഠിച്ചത്, കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്ത ധനകാര്യമന്ത്രിയുടെ പേര് KM മാണി. എങ്ങനെയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് പൈസ കിട്ടുന്നത്? കാരുണ്യ ലോട്ടറി വിറ്റിട്ട്. ആ കാരുണ്യ ലോട്ടറി വിൽക്കുന്ന ഈ ലോട്ടറി വകുപ്പ് ഏത് വകുപ്പിന് കീഴില? നികുതി വകുപ്പിന് കീഴില. നികുതി വകുപ്പ് ഏത് വകുപ്പിന് കീഴില? ധനവകുപ്പിന് കീഴില. അപ്പൊ ധനകാര്യമന്ത്രി എന്ത് ചെയ്യും? ഉദ്ഘാടനം ചെയ്യും. ഓക്കെ അല്ലെ? KSAP പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് മാത്രം നടപ്പിലാക്കുന്ന ഒന്നാണോ? അല്ല. അങ്ങനെയെങ്കിൽ 3 തെറ്റാണ്. 1, 2 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ. സോറി, ശരിയല്ലാത്ത പ്രസ്താവന വേണ്ടത്. എനിക്കാണ് തെറ്റുപറ്റി. ഓക്കെ. ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ 3 ശരിയല്ല. അപ്പൊ ഏത് ടിക്ക് ചെയ്യുക? ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുക. കറക്റ്റ് അല്ലേ? പ്രസ്താവന 3 തെറ്റാണ്. KSPക്ക് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് PMJAY പദ്ധതിയുമായി ചേർന്നാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ KASP കേന്ദ്ര സർക്കാരിന്റെ PMJYയുമായി ചേർന്നിട്ടാണ് നടക്കുന്നത്. അപ്പൊ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? ഫണ്ട് കൊടുക്കും. അപ്പൊ കേരളം മാത്രം ഒരുമിച്ച് നടന്ന പദ്ധതിയല്ല ഇത്. എങ്കിൽ കേരളത്തിൽ ഇതിന്റെ പേര് കാരുണ്യ പദ്ധതി എന്ന് മാറ്റിയെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന RSPY പദ്ധതിയുടെ പേര് എന്താക്കിയിട്ട് മാറ്റി? ആയുഷ്മാൻ ഭാരത് PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാക്കിയിട്ട് മാറ്റി. എങ്കിൽ ദാ കിടക്കുന്നു PMJAY. ഓക്കെ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയെ പരാമർശിക്കുമ്പോൾ ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന നമ്പർ 1, സാർവത്രിക ആരോഗ്യ പരിരക്ഷ നേടുന്നതിനാണ് ഇത് ആരംഭിച്ചത്. കറക്റ്റ് ആണ്. ഓക്കെ, സാർവത്രികമായിട്ട് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 2, സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഉറപ്പ് പദ്ധതിയാണ്. ശരിയാണ്. കൂടാതെ നടപ്പാക്കലിന്റെ ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പങ്കിടുന്നു. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പഠിച്ച കാര്യങ്ങൾ ABPMJAYയുടെ ഫുൾ ഫോം എന്താ? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കറക്റ്റ് അല്ലേ? അത് എന്തിനു വേണ്ടിയുള്ളതാ? സാർവത്രിക ആരോഗ്യ പരിരക്ഷ നേടുന്നതിന് വേണ്ടിയുള്ളതാ. 2, സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഉറപ്പ് പദ്ധതിയുടെ പേരെന്താ? ABPMJAY. ഇതിൽ 2 സർക്കാർ ഉണ്ട്. ഏതൊക്കെ സർക്കാരാ? കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ. രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? ഫണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് കാര്യം മനസ്സിലായോ? KSAP പദ്ധതി PMJAY പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കേരളം മാത്രം ഒരുമിച്ച് ഫണ്ട് കൊടുക്കുന്ന പൈസയല്ല ഇത്. എവിടെ നിന്നും കിട്ടും? കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതായിരിക്കും. 3, 60 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എന്താവുള്ളൂ? ബാധകമാവുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെ ഒന്നുമില്ല. 60 വയസ്സും അതിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രം ഒന്നല്ല ഇത് ബാധകമാവുക, എല്ലാവർക്കും എന്തായിരിക്കും? ഇത് ബാധകമായിരിക്കും. എങ്കിൽ 1ഉം 2ഉം ശരിയാണെങ്കിൽ ഓപ്ഷൻ എ നമ്മൾ എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അടുത്തത്, ABPMJAYയെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന നമ്പർ 1, രാജ്യത്തെ പൊതു സ്വകാര്യ എംപാനൽ ആശുപത്രികളിലൂടെ സെക്കൻഡറി തൃതീയ കെയർ ആശുപത്രി ചികിത്സയ്ക്ക് ABPMJAY ഒരു കുടുംബത്തിന് പ്രതിവർഷം 3 ലക്ഷം രൂപ പരിരക്ഷ നൽകുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ആദ്യം നോക്കാം. ABPMJAY പ്രകാരം നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാം, പൊതു ആശുപത്രിയിൽ പോകാൻ പറ്റും, സ്വകാര്യ ആശുപത്രിയിൽ പോകാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാ ആശുപത്രികളും എംപാനൽ ചെയ്തതായിരിക്കണം. എത്ര ആശുപത്രികളുണ്ട്? ആയിരക്കണക്കിന് ആശുപത്രികൾ ഉണ്ടാവും. എല്ലാത്തിന്റെയും പേര് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആശുപത്രി ചികിത്സയ്ക്ക് കുടുംബത്തിന് എന്ത് കൊടുക്കും? ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ABPMJAY. എത്ര ലക്ഷം രൂപ കൊടുക്കും എന്നതിലാണ് പ്രശ്നം. ഓക്കെ അല്ലേ? ലക്ഷം കൊടുക്കുന്നത് 3 ലക്ഷം രൂപയല്ല. എത്ര ലക്ഷം രൂപ കൊടുക്കും? 5 ലക്ഷം രൂപ. അതിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എത്ര ലക്ഷം രൂപ കൊടുക്കും? 5 ലക്ഷം രൂപ കൊടുക്കും. ക്ലിയർ അല്ലേ? 2, ഗുണഭോക്താവിന് സേവന കേന്ദ്രത്തിൽ പണരഹിതവും കടലാസ് രഹിതവുമായ സേവനം ലഭ്യമാവുന്നു. കറക്റ്റ് ആണ്. പൈസ ആശുപത്രിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുക. ഒരു കടലാസിന്റെയും ഒരു എഴുത്തുകുത്തിന്റെയും ആവശ്യമില്ല. എല്ലാം എന്തായിരിക്കും? എന്താ പറയാ? കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ മെറ്റീരിയൽ ആയിരിക്കും. അത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താ? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, നിലവിലുള്ള അവസ്ഥകൾക്ക് ആദ്യ ദിവസം മുതൽ പരിരക്ഷ ലഭിക്കുന്നു. കറക്റ്റ് ആണ്. രോഗം വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഇൻഷുറൻസ് എടുത്താൽ മതി. ലോകത്ത് ഗവൺമെന്റ് അല്ലാതെ വേറെ ആരും പറയില്ല എന്ത്? രോഗം വന്നതിന് ശേഷം ഇൻഷുറൻസ് എടുത്താൽ മതി എന്നുള്ളത്. ബാക്കി എല്ലാവരും എന്താ പറയാ? രോഗത്തിന് മുമ്പ് എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കണം. ഓക്കെ, പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമെമ്പാടും പോർട്ടബിൾ അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പോർട്ടബിൾ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ ABPMJAY എടുത്തു, നിങ്ങളിപ്പോൾ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെയുള്ള ഹോസ്പിറ്റലിലും ABPMJAY കിട്ടും.
കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ പോർട്ടബിൾ ആണ്. പോർട്ടബിൾ അല്ല എന്നുള്ളത് എന്താ? തെറ്റാണ്. എങ്കിൽ ശരിയായത് ഏതൊക്കെയാ? രണ്ടും മൂന്നും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് ചെയ്തു. എങ്കിൽ ഒന്നുകൂടി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയുക. ഓക്കെ അല്ലേ? PMJB PMJAYയിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് അറിയില്ല. പക്ഷേ എംപാനൽ ചെയ്തിട്ടുള്ള പൊതു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറ്റും. എന്തിനു വേണ്ടിയിട്ടാ? സെക്കൻഡറി അല്ലെങ്കിൽ ടേഴ്സറി കെയറിന് വേണ്ടിയിട്ട്. പനിയാണെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തത് കിട്ടില്ല. സെക്കൻഡറി അല്ലെങ്കിൽ ടേഴ്സറി കെയറിന് വേണ്ടിയിട്ട് പ്രതിവർഷം എത്ര ലക്ഷം രൂപ കിട്ടും? 5 ലക്ഷം രൂപ. ഇത് പണരഹിതമാണോ? അതെ. ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? പൈസ വരും. കടലാസ് രഹിതമാണോ? പേപ്പർലെസ് ആണോ? അതെ. ഓക്കെ. നിലവിലെ രോഗത്തിന് കിട്ടുമോ? കിട്ടും. ഓക്കെ. ആദ്യ ദിവസം മുഴുവൻ നിലവിലെ രോഗത്തിന് എന്ത് കിട്ടും? പരിരക്ഷ ലഭിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഏത് എംപാനൽ ആശുപത്രിയിൽ പോയാലും ABPMJAY എന്ത് ചെയ്യും? കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ABPMJAY പദ്ധതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്ന്, ABPMJAY പൂർണ്ണമായും പണരഹിതവും കടലാസ് രഹിതവുമായ പദ്ധതിയാണ്. കറക്റ്റ് അല്ലേ? ABPMJAY 2 മുതിർന്നവരും 18 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികളും വരെയുള്ള ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു. അത് തെറ്റാണ്. ഈ 5 പേരെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് RSBWയിലാണ് 5 പേരുള്ളത്. കറക്റ്റ് അല്ലേ? അപ്പൊ 2 മുതിർന്നവരും 5 പേരല്ലേ? 2 മുതിർന്നവരും 18 വയസ്സിൽ താഴെ 3 കുട്ടികൾക്കും എന്ത് കൊടുക്കും? RSBWയിൽ കൊടുക്കും. അത് ഏതിലുള്ളതല്ല? ABPMJYയിലുള്ളതല്ല. രണ്ടാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. 3, രാജ്യത്തെ പൊതു സ്വകാര്യ എംപാനൽ ആശുപത്രികളിലൂടെ സെക്കൻഡറി തൃതീയർ കെയർ ആശുപത്രി ചികിത്സയ്ക്ക് ABPMJY ഒരു കുടുംബത്തിന് പ്രതിവർഷം 3 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു? പരിരക്ഷ നൽകുന്നു. 3 ലക്ഷം രൂപയല്ല. എത്ര രൂപ പരിരക്ഷ നൽകുക? 5 ലക്ഷം രൂപ. അയ്യോ, അത് തെറ്റല്ലോ. ഇതിലെന്താ ഓപ്ഷൻ 2 ടിക്കിയിരിക്കുന്നത്? ഓക്കെ 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 ഓക്കെ. അതല്ല, ഇതിൽ ഓപ്ഷൻസ് വന്നിട്ടില്ല. മൈ മിസ്റ്റേക്ക് ആണ്. ശരി. ഓക്കെ ഫൈൻ. 4, ABPMJY ആനുകൂല്യങ്ങൾ രാജ്യത്ത് എവിടെ എന്ത് ചെയ്യും? ലഭിക്കും. അത് ശരിയാണ്. ABPMJ ആനുകൂല്യം എന്ത് ചെയ്യും? രാജ്യത്ത് എവിടെയും ലഭിക്കും. ഇതിൽ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടില്ല. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. സോറി സോറി. ഓക്കെ ഡൺ. അപ്പൊ നമുക്ക് ശരിയായതല്ല കണ്ടുപിടിക്കേണ്ടത്. ABPMJ പൂർണ്ണമായിട്ട് എന്താ? പണരഹിതവും കടലാസ് രഹിതവുമാണ്. അത് കറക്റ്റ് ആണ്. 2 തെറ്റാണ്. 3 തെറ്റാണ്. 4 എന്താ? 4 ശരിയാണ്. ABPMJ ആനുകൂല്യത്തോടെ എന്ത് ചെയ്യും? ലഭിക്കും. അപ്പൊ 1, 4 എന്നുള്ള ഓപ്ഷൻ വേണം. ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അത് മതി. ഇത് കിട്ടോ? ഓക്കെ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം പദ്ധതി താഴെ പറയുന്നവയിൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? തെറ്റായ പ്രശ്നമാണല്ലോ ചോദിച്ചത്. ശരിയായതല്ല. അതെ. താഴെ പറയുന്നവയിൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? A, HIV ബാധിതർക്ക്. സ്നേഹസ്പർശങ്ങൾ ചെയ്തതല്ലേ? ഓക്കെ. ആർക്കുള്ളതാ? അവിവാഹിതരായ അമ്മമാർക്ക്. കറക്റ്റ്. അവിവാഹിതരായ അമ്മമാരുടെ സംരക്ഷണത്തിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. ഓക്കെ. സ്നേഹസ്പർശം പദ്ധതി വഴി അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം ലഭിക്കുന്ന സാമ്പത്തിക സഹായം എത്ര രൂപ കിട്ടും? 2000 രൂപ. ക്ലിയർ? താഴെ പറയുന്നതിൽ സ്നേഹസ്പർശം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1, ഇത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ്. കറക്റ്റ് ആണ്. 2, 65 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ അമ്മമാർക്കാണ് ഇതിന്റെ ഗുണഫലം എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. അതും ശരിയാണ്. 1, 2 ശരിയാണെങ്കിൽ ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അസുഖങ്ങൾ, പദ്ധതിയുടെ പേരാണ് താലോലം. താലോലത്തേക്ക് പഠിക്കാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏതാ പദ്ധതി? താലോലം. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് താലോലം. ഓക്കെ. താലോലം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് എന്നാണ്? ഓപ്ഷൻ ബി എന്ന 2010 ജനുവരി 1. താലോലം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് എന്ന 2010 ജനുവരി 1. താലോലം പദ്ധതി വഴി ആദ്യഘട്ടമായി ഒരു കുട്ടിക്ക് ലഭിക്കുന്ന പരമാവധി സാമ്പത്തിക സഹായം എത്രയാ? 50,000 രൂപ. താലോലം പദ്ധതി വഴി ആദ്യഘട്ടമായി ഒരു കുട്ടിക്ക് ലഭിക്കുന്ന പരമാവധി സാമ്പത്തിക സഹായം എത്രയാണ്? 50,000 രൂപ. താലോലം പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേരെന്താ? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. താലോലം പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏതാ? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ അല്ലെ? ഇനി അടുത്തത് താലോലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. ഓക്കെ.
താലോലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പ്രസ്താവന 1, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സക്കായുള്ള പദ്ധതിയാണ്. കറക്റ്റ് ആണ്. അവൾ പഠിച്ച ഒന്നാമത്തെ കാര്യം എന്താ? താലോലം പദ്ധതി കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടി എന്ന് വെച്ചാൽ എത്രയാ? 18 വയസ്സിൽ താഴെയുള്ളത്. 2, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. കറക്റ്റ് ആണ്. നടപ്പിലാക്കുന്ന ഏജൻസിയുടെ പേരെന്താ? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. 3, ക്യാൻസർ രോഗികളുടെ ചികിത്സ പൂർണ്ണമായും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഇല്ല. കുട്ടികളിലെ ക്യാൻസർ എന്ത് ചെയ്യില്ല? അതിൽ ഉൾപ്പെടുത്തില്ല. 3 തെറ്റാണ്. 4, പദ്ധതിയുടെ പ്രാരംഭ സഹായം 50,000 രൂപയാണ്. ആദ്യം എത്ര കിട്ടും? 50,000 രൂപ. പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 3 തെറ്റാണ്. 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യാൻ പോകുന്നതാണ് ഓപ്ഷൻ ബി. ഓക്കെ. താഴെ പറയുന്ന ഏത് രോഗത്തിനാണ് താലോലം പദ്ധതിയുടെ ചികിത്സ ലഭ്യമാവാത്തത്? ഏതിനാണ് ലഭ്യമാവാത്തത്? ക്യാൻസർ. അപ്പൊ ഏതൊക്കെ രോഗങ്ങൾ കിട്ടും? ഹൃദ്രോഗം, സെറിബ്രൽ പാൾസി, ഹീമോഫീലിയ. ഏതൊക്കെ രോഗങ്ങൾക്ക് കിട്ടും? ഹൃദ്രോഗം, സെറിബ്രൽ പാൾസി, ഹീമോഫീലിയ. ഓക്കെ. അപ്പൊ നമ്മുടെ റിവിഷൻ 1 തീർന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടല്ലോ. ഓക്കെ. ഇതിന്റെ PDF നിങ്ങൾക്ക് കിരൺ PSC സ്റ്റഡി സർക്കിൾ, കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി, ഇപ്പൊ ഡിഗ്രിക്ക് വേണ്ടി മാത്രമുള്ളതിന്റെ പേരാണ് കിരൺ സ്റ്റഡി സർക്കിൾ. ഓക്കെ അല്ലെ? കിരൺ PSC സ്റ്റഡി സർക്കിൾ ഇവിടെ രണ്ടോടെയും കിട്ടും. യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് അറിയാതാ കിരൺ സ്റ്റഡി സർക്കിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണാം. അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.